നമസ്കാരം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിനേക്കാളും അല്പം കൂടുതൽ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ബജ്ജി ഉണ്ടാക്കുന്ന കടലമാവാണെങ്കിലും മതിയാവും, 1 ടീസ്പൂൺ അരിപ്പൊടി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്, അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാടായി പോവരുത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയായിരുന്നു, ക്ഷമിക്കണം. അത് മറക്കാതെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ പുരട്ടി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാടായി പോവാതെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഇത് മൂടി കൊണ്ടടച്ച് മിനിമം 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും, പെട്ടെന്ന് മാരിനേറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ ഓണാക്കി അടിക്കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് വീട്ടിൽ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പുറമേ കാണാൻ നല്ലൊരു കളറും ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ടാവും, അകം ശരിക്ക് വേവില്ല. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് കത്തി കൊണ്ടൊന്ന് കീറിയിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി മുകളിലത്തെ തൊലി കൈ കൊണ്ടൊന്ന് ഞെരടി കളഞ്ഞിട്ട് ആ വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. ചിക്കൻ കഴിക്കുന്ന സമയത്ത് നമുക്കത് ഫീലാവും, നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇതിപ്പം രണ്ടാമത്തെ ബാച്ച് ചിക്കനാണ്. ഇത് ഞാൻ കുറച്ചുകൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കളറുണ്ട്. ഇതുപോലെ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക.